Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. അപ്പോൾ എല്ലാവർക്കും റംദാൻ മുബാറക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കാരമൽ സേമിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സേമിയ പായസത്തൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണിത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ്, എന്നാലും ഒന്ന് ഇതുപോലെ ജസ്റ്റ് സോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്നിവിടെ 3/4 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു തിൻ സേമിയാണ്. ഈ ഒരു നേരിയ സേമിയാണ് ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഏതാണോ സേമിയ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏകദേശം ഇത്ര ആയാൽ മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്നൊന്ന് കാരമലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. കാരമൽ ചെയ്തിട്ട് പായസം ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണോ. എന്നിട്ട് അതൊരു ബ്രൗൺ കളർ, ഈ ഒരു കളർ ആകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ആ കളർ ആയാൽ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ബേസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലും കാരമലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സേമിയ ഇതിന്ന് നന്നായി കുക്കായിട്ട് വരണം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിന് ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കാരമലാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അത് ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പായസം തിളച്ച് സേമിയെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എപ്പോഴും സേമിയ കുക്കായതിനു ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ലെവൽ ഓരോരാളുടെ ടേസ്റ്റ് ബഡിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ചിലപ്പം കുറവായിരിക്കും, ചിലപ്പം കൂടുതൽ വേണ്ടിവരും. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ പായസം റെഡിയായി. ഇനി അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കിസ്മിസ് ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ പിന്നെ ഒരു കാരമലൈസ്ഡ് ക്രഞ്ച് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഈ കിസ്മിസിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നേരത്തെ ഒഴിച്ച് വെച്ച കാരമലൈസ്ഡ് നട്ട്സ് ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇനി ഇതൊന്ന് പൊടിച്ച് പായസത്തിൻ്റെ മേലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതൽ റെസിപ്പീസ് ആയിട്ട് വരുന്നതാണ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.